ഒരു മാല ഇട്ടോട്ടെ, ഒരു മാല ഇട്ടോട്ടെ. ഓക്കെ. സ്ഥാനാർത്ഥികളെയും ഞാൻ അഭിനന്ദിക്കട്ടെ. നമുക്ക് 1-2 വാർഡുകൾ ചില പരാജയം ഉണ്ടായിട്ടുണ്ട്. എത്ര പേര് നമ്മൾ തോറ്റത്? എത്ര പേര് നിന്നിരുന്നു? ആകെ നിന്ന് 17. നമ്മൾ നിർത്തിയിരുന്ന 3 സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുകയുണ്ടായി. അത് സാരമില്ല. അവിടെ ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. പക്ഷെ ദുഃഖിക്കണ്ട. ഇത് രാഷ്ട്രീയ കക്ഷികളുടെ UDF-ന്റെയും തെരഞ്ഞെടുപ്പാണ്. വിജയം വരും, പരാജയം വരും, സാരമില്ല. ആ 3 സ്ഥാനാർത്ഥികളും UDF-ന് വേണ്ടി ത്യാഗം അനുഷ്ഠിച്ചവരാണ്. ആ 3 സ്ഥാനാർത്ഥികളെയും പലുപ്പടവൻ ഉൾപ്പെടെ, മേരി ഡൊമിനിക് ഉൾപ്പെടെ, മേരിക്കുട്ടി ജോസഫ്, ഈ 3 സ്ഥാനാർത്ഥികളും അവർ പൊരുതിയതിന് ഞാൻ അവരെ അഭിനന്ദിക്കട്ടെ. നമുക്ക് ഇവിടെ UDF-ന് 18 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സ്നേഹിതരെ, നമ്മൾ 26 സീറ്റിൽ 18 സീറ്റ് UDF നേടിയെടുത്തു എന്നുള്ളത് ഏറ്റവും വലിയ പ്രശംസനീയമായ. ഇത് കേരളത്തിലെ ഉജ്ജ്വലമായ വിജയമാണ് പാലായിൽ നമുക്ക് സിദ്ധിച്ചിട്ടുള്ളത്. തനിയുമല്ല, പാലായെ സംബന്ധിച്ചിടത്തോളം വികസന മുന്നണിയുടെ പേരിലാണ് ഇടതുപക്ഷ മുന്നണി ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയത്. വികസന മുന്നണിയുടെ നേതാവ് ഉൾപ്പെടെ വികസന മുന്നണിയെ തലപറ്റിപ്പിക്കുക UDF-ന് കഴിഞ്ഞു എന്നുള്ളത് വലിയ വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ വിജയത്തിൽ അഹങ്കരിക്കേണ്ട. UDF-ന് കിട്ടിയ വിജയത്തിൽ നിങ്ങൾ എല്ലാവരും സന്തോഷിക്കുക. നിങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ചുമതലകൾ ഇനി നിറവേറ്റുന്നതിന് വേണ്ടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. നിങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. കൗൺസിലേഴ്സിന് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മൾ വലിയ ആർഭാടങ്ങളോ കാര്യങ്ങളോ വിജയ ലഹരിയിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങളില്ല. ഏറ്റവും അടുത്ത ദിവസം UDF-ന്റേതായിട്ട് നമുക്ക് പാലായിൽ ഒരു വലിയ പൊതുയോഗം നടത്താം. അന്ന് UDF-ന്റെ സ്ഥാനാർത്ഥികളെ മുഴുവൻ അവിടെ അവതരിപ്പിച്ച് കൗൺസിലേഴ്സിന് മുഴുവൻ സ്വീകരണം നൽകുന്നതാണ്. ആ സ്വീകരണത്തിൽ ഞാനും വന്ന് എത്തുന്നതാണ് എന്ന് നിങ്ങളോട് ഞാൻ അറിയിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച UDF-ന്റെ നേതാക്കളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. UDF ഒരാളുടെ പേര് പറഞ്ഞാൽ വിഷമാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ് കൂടിയുണ്ട്. വക്കച്ചൻ മറ്റത്തിൽ ജനറൽ സെക്രട്ടറി ഉണ്ട്. കഴിഞ്ഞ കൗൺസിലിലെ പ്രതിപക്ഷ നേതാവായിരുന്ന UDF-ന് ഏറ്റവും കൂടുതൽ നമ്മുടെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന നമ്മുടെ ചെറിയാൻസി കാപ്പനുണ്ട്. എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ സതീഷ് ചൊള്ളാനി കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, എല്ലാവർക്കും ഞാൻ പ്രത്യേകിച്ച് നന്ദി പ്രകാശിപ്പിക്കുന്നു. UDF ആയിട്ടുള്ള നമ്മുടെ ഓരോ കാൽവയ്പും UDF-ആയി ഒറ്റക്കെട്ടായി യോജിപ്പോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും എന്റെ നന്ദി. നിങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോകണം. ലഡു വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ടേ പോകാവൂ എന്ന് പ്രത്യേകിച്ച് പറയട്ടെ. ജനാധിപത്യ നേതാക്കളെ, ഇന്ന് വിജയം കരസ്ഥമാക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെ, പ്രവർത്തകരെ, സ്നേഹിതരെ, പാലാ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയമാണ് കരസ്ഥമാക്കുവാൻ കഴിഞ്ഞത്. ഞാൻ പ്രത്യേകം വിജയിച്ച സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം തന്നെ നമുക്കറിയാം പല സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുകയുണ്ടായി. പക്ഷെ ഇവരെ എല്ലാവരെയും ഐക്യജനാധിപത്യ മുന്നണി പൊരുതിയ എല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ്. ഇന്നിവിടെ ജയിച്ചത് സ്ഥാനാർത്ഥികളല്ല, എന്റെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ പ്രവർത്തകരായ ഐക്യജനാധിപത്യങ്ങളുടെ പ്രവർത്തകരാണ് വിജയിച്ചിരിക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. മാത്രമല്ല, കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കോട്ടയം ജില്ലയിലെ 5 മുനിസിപ്പാലിറ്റികൾ ഇന്ന് ജനാധിപത്യത്തിന്റെ കോട്ടയായ ഉരുക്കുകോട്ടയായ കോട്ടയം ജില്ലയിൽ 5 മുനിസിപ്പാലിറ്റികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ചങ്ങനാശ്ശേരി ഉൾപ്പെടെ നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞു. വലിയൊരു വിജയമാണ് ഐക്യജനാധിപത്യം വന്നിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു അവസരത്തിൽ ഉടനെ തന്നെ സ്ഥാനാർത്ഥികളെ അണിനിർത്തിക്കൊണ്ട്, വിജയിച്ച സ്ഥാനാർത്ഥികളെ മുഴുവൻ അണിനിർത്തിക്കൊണ്ട് നമുക്ക് ഒരു പൊതുയോഗത്തിലേക്ക് പോകാം. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി. ഇത് നമുക്ക് ഇനിയും ആവർത്തിക്കാൻ കഴിയുന്നു. ഇനി 5-6 മാസമേ ഉള്ളൂ. ശ്രീ ജോസ് കെ മാണി MP, ശ്രീ ഫിലിപ്പ് കുഴികുളം,
മത്തച്ചൻ മറ്റത്തിൽ, ശ്രീ ചെറിയാൻ സി കാപ്പൻ, ഈ സതീഷ് ചൊള്ളാനി, ഈ മഹായുദ്ധത്തിൽ പേര് തെളിച്ച പേരാളികളെ, സുഹൃത്തുക്കളെ, പാലാ മുനിസിപ്പാലിറ്റിയില് ഐക്യജനാധിപത്യ മുന്നണി വൻപിച്ച വിജയം നേടിയെടുത്തുവെങ്കിൽ അതിന് മുഴുവനായും പണിയെടുത്തത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ മുഴുവൻ വിജയവും KM മാണി സാറിന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പാലായില് മാണി സാർ കഴിഞ്ഞ 45 വർഷക്കാലമായി പാലായ്ക്ക് വേണ്ടി പണിയെടുക്കുന്നതിന്റെ